എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സീസൺ 5 കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര പ്രതീക്ഷകളായിരുന്നു. കാരണം സീസൺ 5 ഞാൻ ഒരാളുടെ ഭയങ്കര ആരാധികയായി പോയി, നാദിറ മെഹ്റൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നാദിറ മെഹ്റൻ. ബിഗ് ബോസ് സീസൺ 5 മത്സരാർത്ഥിയായിട്ട് വരുമ്പോഴാണ് നാദിറ മെഹ്റൻ എന്നൊരു വ്യക്തിയെ ഞാൻ ആദ്യമായി കാണുന്നത്. ആദ്യത്തെ 1-2 ദിവസം നമ്മളെല്ലാ മത്സരാർത്ഥികളെ ഒന്ന് വിലയിരുത്തുവാണല്ലോ. പക്ഷെ അത് കഴിഞ്ഞപ്പം ഞാൻ ഈ നാദിറ മെഹ്റൻ എന്ന് പറയുന്ന ആളുടെ ഭയങ്കര ഫാനായി. ഞാൻ ഓരോ എപ്പിസോഡ് കാണാനിരിക്കുന്നതും ഈ നാദിയെ കാണാൻ വേണ്ടിയാണ്. എനിക്ക് ഇപ്പോഴും ഞാൻ ഒരു കാര്യം പറയട്ടെ, എത്ര പേർ ഇതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. സീസൺ 1 മുതൽ സീസൺ 6 വരെ കണ്ടിട്ടുള്ളവർക്ക് ഓരോ സീസണിലെ വ്യക്തികൾ ആരാ, അവരെന്തൊക്കെ ചെയ്തു എന്ന് കാണാതെ പറയാൻ പറ്റുമോ? പക്ഷേ ഈ നാദിറ മെഹ്റൻ ഏത് സീസണിലായിരുന്നു എന്നും നാദിറ മെഹ്റൻ്റെ വായിൽ നിന്ന് വന്ന തഗ്ഗുകളും കോമഡികളും ഒക്കെ മറക്കാൻ ആർക്ക് പറ്റും? ആ കടലപ്പാട്ടൊക്കെ ഇല്ലേ, അതൊക്കെ സീസൺ 5 തന്നെ. നാദിറ മെഹ്റൻ എന്ന് പറയുമ്പോൾ തന്നെ സീസൺ 5 ആണ് നമുക്ക് മനസ്സിലാവും. വേറെ ഏത് മത്സരാർത്ഥികളൊക്കെയാണ് നമ്മളിങ്ങനെ സ്ക്രീനിൽ കാണുള്ളൂ, ഇത് ഏത് സീസണിലായിരുന്നു ഇവർ വന്നതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ നാദിറ മെഹ്റനെ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം മനസ്സിലിങ്ങനെ മോണിറ്ററിൽ കാണിക്കുന്ന പോലെ എനിക്ക് കാണാൻ പറ്റും കേട്ടോ. കടലപ്പാട്ട്, വായിൽ നിന്ന് വരുന്ന തഗ്ഗുകൾ, കോമഡി ഒക്കെ. ഇതൊന്നും ഈ കടലപ്പാട്ടും തഗ്ഗും കോമഡിയും മാത്രമല്ല നാദിറ മെഹ്റൻ എന്ന് പറയുന്നത് ഒരു സൂപ്പർ മാർക്കറ്റാണ്, ഒരു ഹൈപ്പർ മാർക്കറ്റാണ്. നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കോണ്ടന്റുകളും നാദിറ മെഹ്റൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്ക് തന്നുകൊണ്ടേയിരുന്നു അല്ലേ. അതിനകത്ത് ഫ്രണ്ട്ഷിപ്പുണ്ട്, വിശ്വാസമുണ്ട്, ആത്മാർത്ഥതയുണ്ട്, കളങ്കമില്ലാത്ത സ്നേഹമുണ്ട്, ആശ്വസിപ്പിക്കലുകളുണ്ട്, മോട്ടിവേഷൻ ഉണ്ട്, തഗ്ഗുണ്ട്, കോമഡി ഉണ്ട് അല്ലേ. എല്ലാം നാദിറ മെഹ്റൻ എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ ഭദ്രമായിരുന്നു. അതിലേറെ ഭയങ്കര ആകാംക്ഷയായിരുന്നു. അയ്യോ, വീട്ടുകാരെങ്ങനെയായിരിക്കും, വീട്ടുകാരൊന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ. എത്ര മലയാളികളുണ്ട് നാദിറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ഞാനൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു, വീട്ടുകാരൊന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ, വീട്ടുകാരൊന്ന് വിളിച്ചിരുന്നെങ്കിൽ അങ്ങനെയായിരിക്കും ഉമ്മയുടെ ലെറ്റർ വരുന്നതും അല്ലേ. സ്ക്രീൻ കാണാൻ പറ്റാത്ത രീതിയിൽ കണ്ണൊക്കെ നിറഞ്ഞു പോയി. അപ്പം അത്രയോ നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു നാദിറ. അപ്പോൾ ഈ സീസൺ 6 തുടങ്ങാറായപ്പോഴും ഞാൻ ഒത്തിരി പ്രതീക്ഷിച്ചു, നാദിറയെ പോലെ ഇനി അടുത്ത ആരായിരിക്കും എന്ന്. ഞാനിങ്ങനെ ഒത്തിരി പ്രതീക്ഷിച്ചു കേട്ടോ. ദയാ ഗായത്രി ആയിരിക്കും, ഹെയ്തി സാദിയ ആയിരിക്കും. ഹെയ്തി സാദിയ വരണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 1-2 വർഷമൊക്കെ പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഡിപ്രഷനും, യൂട്യൂബ് കണ്ടിട്ടുള്ള ഒരു പരിചയത്തിൽ പറയുക കേട്ടോ, എനിക്ക് നേരിട്ടൊരു പരിചയമൊന്നുമില്ല എങ്കിലും ഒരു 85% ഒത്തിരി ഡിപ്രഷനായി ഭയങ്കര സങ്കടപ്പെട്ട് ഉള്ള ജീവിത സാഹചര്യങ്ങൾ കൂടി പോകുന്ന ഒരാളായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഹൗസിനുള്ളിലേക്ക് ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ പുള്ളിക്കാരത്തെ എഫക്റ്റ് ചെയ്താലോ എന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഹെയ്തി സാദി അടുത്ത വർഷം വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ. അതിനപ്പുറത്തേക്ക് ശ്രുതി സിത്താരയോ ദയാ ഗായത്രിയോ നമ്മുടെ സൂര്യ എന്ന് പറയുന്ന ചേച്ചിയോ ആരെങ്കിലുമൊക്കെ വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇവരിൽ ആരെങ്കിലും ഉണ്ടെന്ന് ഞാനങ്ങ് പ്രതീക്ഷിക്കുമായിരുന്നു. അപ്പോൾ അടുത്ത സീസണിലും നാദിറ മെഹ്റനെ പോലെ തന്നെ ഇവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നും, ശരിക്കും എനിക്ക് അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്നതിനോട് വലിയ താല്പര്യമില്ല, നമ്മളെപ്പോലെ തന്നെയല്ലേ അവർ. അപ്പോൾ നാദിറ മെഹ്റൻ്റെ ഗ്യാങ്ങിൽ നിന്നും ഒരാൾ വരണമെന്ന്, ബിഗ് ബോസ് സീസൺ 7 വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. കാരണം നാദിറ മെഹ്റൻ അങ്ങനെയാണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഈ ജനഹൃദയങ്ങളെ കീഴടക്കുക എന്നൊക്കെ പറഞ്ഞാൽ നാദിറ മെഹ്റൻ തന്നെയാണ്. ഒരു കമ്മ്യൂണിറ്റിയോട് നമുക്കുണ്ടായിരുന്ന ഒരു ബ്ലറായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നല്ലോ, അതങ്ങോട്ട് മാറ്റിയിട്ട് അങ്ങോട്ട് ക്ലിയർ വിഷൻ ആക്കി കൊടുത്തിട്ടാണ് നാദിറ മെഹ്റൻ പോയത്. സത്യം പറഞ്ഞാൽ ആ 25 lakhs പണപ്പെട്ടി നാദിറ മെഹ്റൻ എടുക്കണേന്നും പ്രാർത്ഥിച്ചു, എടുക്കരുതെന്ന് പ്രാർത്ഥിച്ചത് കുറച്ച് ദിവസം കൂടെ നാദിയെ കാണാമല്ലോ. എടുക്കണേന്ന് പ്രാർത്ഥിച്ചത് അത്രയും അവർക്ക് സെക്യൂർ ആണല്ലോ, ഫിനാൻഷ്യലി സെക്യൂർ ആക്കട്ടെ, നന്നായിട്ട് ജീവിക്കട്ടെ എന്നായിരുന്നു. അറ്റ് ദ സെയിം ടൈം അയ്യോ ഇപ്പോഴൊന്നും പോകല്ലേ, പണപ്പെട്ടി എടുക്കരുത്, ഇങ്ങനെ 2 പ്രാർത്ഥനകളും ഒരുമിച്ച് നാദിറയ്ക്ക് മുകളിലുണ്ടായിരുന്നു. അപ്പോൾ സീസൺ 7 നാദിറ മെഹ്റനെ പോലെ തന്നെ ഒരു മത്സരാർത്ഥി അവരുടെ ഒരു ഗ്യാങ്ങിൽ നിന്ന് വരട്ടെ എന്ന് ഞാൻ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ജോൺ മണി ഉണ്ടായിരുന്നു. ജോൺ മണി വന്ന ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ജോൺ മണിക്ക് ആ ഒരു പ്ലാറ്റ്ഫോം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയില്ല. യൂട്ടിലൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ജോൺ മണിക്ക് അറിയില്ലായിരുന്നു എന്ന് തോന്നുന്നു. ജോൺ മണി അവരുടെ ക്യാരക്ടറിൻ്റെ പോസിറ്റീവ്സിനെക്കാളും കൂടുതൽ നെഗറ്റീവ് ആളുകളിലേക്ക് കാണിക്കാനായിരുന്നു വ്യഗ്രതപ്പെട്ടുകൊണ്ടിരുന്നത്. അവരുടെ ഭാഗത്ത് അവരുടെ ക്യാരക്ടർ കംപ്ലീറ്റ് നെഗറ്റീവ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നെഗറ്റീവ്സ് മാത്രം ഉള്ള ഒരു മനുഷ്യനും ഈ ലോകത്തിലില്ല. അപ്പോൾ ഇവരുടെ ക്യാരക്ടറിൽ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ടാവാം, വളരെ കുറച്ച് നെഗറ്റീവ്സേ കാണുകയുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാനാ, കഷ്ടകാലത്തിന് ഈ നെഗറ്റീവ്സ് മാത്രമാണ്
പുറത്തേക്ക് ഇട്ടത്. പോസിറ്റീവ്സ് ഒക്കെ പുള്ളിക്കാരത്തി ഭദ്രമായിട്ട് വെച്ചേക്കും ഒരു അസറ്റായിട്ട്. അതവിടെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ നാദിറ മെഹറിൻ്റെ ഒരു അടുത്ത് പോലും എത്താൻ ജോൺ മോണിക്ക് പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അടുത്ത സീസണിലെങ്കിലും ഇവരുടെ ഈ ഒരു ഗ്യാങ്ങിൽ നിന്ന് ഒരാൾ വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അടുത്ത സീസണിലെങ്കിലും ഇവരുടെ ഈ ഒരു ഗ്യാങ്ങിൽ നിന്നും ഒരു മത്സരാർത്ഥി വരുമെന്ന് ഞാനിങ്ങനെ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. അത്രയേറെ ഇഷ്ടമാണ് ഇവരുടെ ഒരു ഗ്യാങ്. ഇവർ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ഇവർ കറങ്ങാൻ പോകുന്നത്, ഫുഡ് കഴിക്കാൻ പോകുന്നത്, ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബോണ്ട്, ഇവർ തമ്മിലുള്ള ആ ഒരു ഇവർ ശരിക്കും രക്തബന്ധം പോലെയാണ് ഇവർ. രക്തബന്ധത്തിനേക്കാൾ വലുതാണ് ആത്മബന്ധം എന്ന് കാരണവന്മാരൊക്കെ പറയാറില്ലേ. പക്ഷെ ഇവരുടെ കാര്യത്തിൽ അത് അച്ചട്ടാണെന്ന് നമുക്കങ്ങ് തോന്നും. രക്തബന്ധമൊന്നും ഒന്നുമില്ല, ആത്മബന്ധമാണ് വലുതെന്ന്. അപ്പോൾ ഇവരുടെ ഗ്യാങ്ങിൽ നിന്നും അടുത്ത സീസണിൽ ഒരു മത്സരാർത്ഥി ഉണ്ടാവുമെന്ന് ഞാനങ്ങ് പ്രതീക്ഷിക്കുക, ആഗ്രഹിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.